JEE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് എക്സാംസ് എഴുതാനും അതുപോലെ തന്നെ അഡാപ്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം നേരത്തെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു JEE സ്പ്രിന്റ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വർഷം 2025 JEE മെയിൻ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റ് സീരീസ് ആണ്. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും JEE മെയിൻ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് 2025 ആസ്പിറൻസിന് എന്ത് ചെയ്യാം, ഇതിൽ നമ്മുടെ കൂടെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് ഈ പ്രാക്ടീസ് ചെയ്യാനുള്ള ഫീച്ചേഴ്സും അതുപോലെ തന്നെ അഡാപ്റ്റീവായിട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഫീസ് എത്രയാണ്, ഷെഡ്യൂൾ എത്രയാണ്, എത്ര എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിലാദ്യമായിട്ട് ഈ പ്ലാറ്റ്ഫോം ഇതുവരെ പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത അഡാപ്റ്റീവായിട്ട് ഇതിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് കൊണ്ട് അത് ഡിഫിക്കൽട്ടി ലെവൽ നിങ്ങൾ ചെയ്യുന്ന കറക്റ്റ് ആക്കുന്നതിനനുസരിച്ച് ഡിഫിക്കൽട്ടി ലെവൽ ഇൻക്രീസ് ആവുകയും ആൻഡ് ഏറ്റവും ബേസിക് ലെവലുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഇതിലുണ്ടായിരിക്കും. കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ, ഇഷ്ടമുള്ള ടോപ്പിക്കിൽ, ഇഷ്ടമുള്ള ഡിഫിക്കൽട്ടി ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എക്സാംസ് ക്രിയേറ്റ് ചെയ്യാം, അത് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരുപാട് നല്ല എക്സ്പീരിയൻസ്, നല്ല എക്സാം പ്രാക്ടീസ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വൽ എക്സാമിന് മുന്നേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പെർഫോമൻസ് റിപ്പോർട്ടുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്ഷൻ വൈസും ഡിഫിക്കൽട്ടി വൈസും ഒക്കെ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് അടക്കം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് തരുന്ന പെർഫോമൻസ് റിപ്പോർട്ടുകളുണ്ട്. ആൻഡ് പ്രാക്ടീസ് സെഷൻസിൽ തന്നെ ടൈം ഉണ്ടായിരിക്കും. പ്രാക്ടീസ് സെഷൻസിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം, നിങ്ങൾ എത്രത്തോളം ഫാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടൈംഡ് പ്രാക്ടീസ് സിമുലേറ്റിംഗ് റിയൽ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. 80,000+ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടക്കം ഉള്ള 80,000+ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെയാണ് JEE സ്പ്രിന്റ് പ്ലാറ്റ്ഫോമിലുള്ളത്. ലീഡർ ബോർഡും ഉണ്ടായിരിക്കും. ഓരോ എക്സാം കഴിഞ്ഞാലും മറ്റും കൃത്യമായിട്ട് നിങ്ങൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ലീഡർ ബോർഡും ഇതിലുണ്ടായിരിക്കും. സോ നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം 2025 JEE മെയിൻ എഴുതാൻ പോകുന്ന ജനുവരി സെഷനും ഏപ്രിൽ സെഷനും 2 സെഷനും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 12 മിനി മോഡൽ എക്സാമുകളും 8 ഫുൾ മോഡൽ എക്സാമുകളും ഈ ടെസ്റ്റ് സീരീസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് 12 മിനി മോഡലിൽ 8 എണ്ണം ജനുവരി സെഷന് മുൻപാണ്, അതുപോലെ 4 എണ്ണം ജനുവരി സെഷൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ജനുവരി സെഷന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് 8 മിനി മോഡൽ എക്സാമുകൾ ഉണ്ടാകും. മിനി മോഡൽ എന്ന് പറയുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ടാവില്ല, നമ്മൾ സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് മിനി മോഡൽ കണ്ടക്ട് ചെയ്യുക. അതുപോലെ ഫുൾ ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 8 എക്സാമിനേഷൻസ് ഈ ഒരു ടെസ്റ്റ് സീരീസിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ഫുൾ മോഡൽ എക്സാമിനേഷൻസ് ഇതാ 4 എണ്ണം ജനുവരി സെഷന് മുൻപും 4 എണ്ണം ജനുവരി സെഷന് ശേഷവുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഓൾറെഡി നിങ്ങൾക്ക് ഏത് എക്സാമുകൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എഴുതാൻ പറ്റും. പക്ഷെ അതല്ല, ഒരുപാട് ആളുകൾ ഒരുമിച്ച് എഴുതുമ്പോഴാണ് നമുക്ക് ആ ഒരു കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ് കിട്ടുള്ളൂ. ആ റാങ്ക് ലിസ്റ്റ് കാണുമ്പോഴാണ് നമ്മൾ എവിടെ എത്തി എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുള്ളൂ. ഇതാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് സീരീസിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്മുടെ കയ്യിലപ്പം 20 എക്സാമിനേഷൻസ് ആണ് ഈ ഒരു ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. അത് ഫുൾ ലെങ്ത് എക്സാമിനേഷൻസ് ആണ്. 3 മണിക്കൂർ നീളമുള്ള ആക്ച്വൽ JEE മെയിൻ മോഡലിൽ തന്നെ ആയിരിക്കും എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യൻ്റെയും ഡീറ്റെയിൽഡ് ടെക്സ്റ്റുവൽ സൊല്യൂഷൻസ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ അവൈലബിൾ ആണ്. അൺലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കസ്റ്റമൈസ്ഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇത് കൂടാതെ നിങ്ങൾക്ക് എത്ര ചെറിയ ചെറിയ എക്സാമുകൾ വേണമെങ്കിലും ചാപ്റ്റർ വൈസോ ടോപ്പിക് വൈസോ ഒക്കെ എന്ത് ചെയ്യാവുന്നതാണ്. പല ലെവലിലും നിങ്ങൾക്ക് അൺലിമിറ്റഡ് നമ്പർ ഓഫ് എക്സാംസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. 80,000+ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസിലേക്കുള്ള ആക്സസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വീഡിയോ സൊല്യൂഷൻസ് നമ്മുടെ ഫുൾ മോഡൽ എക്സാമിനേഷൻസിന് എന്തുണ്ടായിരിക്കും, വീഡിയോ സൊല്യൂഷൻസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. JEE എക്സ്പേർട്ടുകളായിട്ടുള്ള ഫാക്കൽറ്റി ടീം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ലൈവ് മെൻറ്റർഷിപ്പ് ബൈ IITians, ഞാനടക്കമുള്ള IITians അടങ്ങുന്ന ഒരു ടീമിൻ്റെ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് സൂമിലൂടെ എന്ത് ചെയ്യും, നിങ്ങളുടെ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട്, റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടായിരിക്കും. ആക്സസ് ടു ചാപ്റ്റർ വൈസ് PYQs, JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് എക്സാം തുടങ്ങി മറ്റ് പല സ്റ്റേറ്റ് ലെവൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാംസിൻ്റെ അടക്കം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗെറ്റ് കസ്റ്റമൈസ്ഡ് ഇംപ്രൂവ്മെൻറ്റ് അസൈൻമെൻറ്റ്സ്. ഓരോ എക്സാം കഴിഞ്ഞാലും നിങ്ങളുടെ മിസ്റ്റേക്സ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്യാനുള്ള അസൈൻമെൻറ്റുകൾ നിങ്ങൾക്ക് കിട്ടും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ എക്സാമും നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ക്ലോഷറിൽ മുന്നോട്ട് പോകാം. കുറേ എണ്ണം കറക്റ്റാക്കി, കുറച്ചെണ്ണം തെറ്റിപ്പോയി, കിട്ടിയില്ല. അപ്പോൾ ആ കിട്ടാത്തതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻസ് പഠിച്ചതിന് ശേഷം ഈ അസൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ആൻഡ് അറ്റംപ്റ്റ് ഇൻകറക്റ്റ് ഓർ അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസ്, തെറ്റിപ്പോയതും അൺഅറ്റംപ്റ്റഡുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിൽ തന്നെ അറ്റംപ്റ്റ് ചെയ്യാനുള്ള അവസരവും
നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരിക്കും. ഇതാണ് അപ്പോൾ നമ്മുടെ ടോട്ടൽ ടെസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി നമ്മൾ ഷെഡ്യൂളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങളുടെ കലണ്ടറിൽ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സെപ്റ്റംബർ 22 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ പോവാണ്, ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ ജനുവരി സെഷനാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ സെപ്റ്റംബറിൽ നിങ്ങൾ മോഡൽ എക്സാംസ് എഴുതി തുടങ്ങിയിരിക്കണം. എന്നാൽ മാത്രമാണ് ജനുവരിയിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ജനുവരിയിൽ ഒരു NIT സീറ്റ് ഉറപ്പിക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് ഫൈനലി IITസിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കുന്നത്. നമ്മുടെ ആദ്യത്തെ മിനി മോഡൽ ടെസ്റ്റ് അന്ന് നടക്കും. അതിൽ +1 ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക അന്നത്തെ എക്സാമിൽ ഉണ്ടായിരിക്കുക. സെപ്റ്റംബർ 29 അടുത്തതിൽ അതിൽ +2 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചാപ്റ്റേഴ്സിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഏകദേശം ഡിസംബർ 22 വരെ നമ്മൾ മിനി മോഡൽ എക്സാമുകളായിരിക്കും 8 എണ്ണം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. മാസത്തിൽ ആവറേജ് 2 എക്സാം വെച്ചിട്ടുണ്ടായിരിക്കും. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും 3 മണിക്കൂറിൻ്റെ ടെസ്റ്റ്. എന്തിനാണ് 2 ആഴ്ച ഗ്യാപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ആൻഡ് ഡിസംബർ 29 നമ്മുടെ ഫസ്റ്റ് ഫുൾ മോഡൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം ജനുവരി 20 കഴിഞ്ഞാൽ നമ്മുടെ മെയിൻസ് എക്സാം ഉണ്ടാകും. അപ്പോൾ ആ ഫുൾ മോഡൽ കഴിഞ്ഞാൽ അത് ഫുൾ സിലബസ് ആണ്, JEE മെയിൻ്റെ ഫുൾ സിലബസ് ഉണ്ടായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ഫുൾ മോഡൽ 2, 3, 4 ഇതെല്ലാം എന്ന് കണ്ടക്ട് ചെയ്യും? ജനുവരി 19 മുൻപായിട്ട്. ആ JEE മെയിൻ സെഷൻ എന്നാണോ വരുന്നത് അതിന് മുൻപായിട്ട് നമ്മൾ 4 ഫുൾ മോഡൽ എക്സാംസും എഴുതിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക എക്സാം ഹാളിലേക്ക് പോവുക. അത് കഴിഞ്ഞ് നമ്മുടെ ജനുവരിയുടെ സെഷൻ 1 കഴിഞ്ഞാൽ ഫെബ്രുവരി 9 നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഫെബ്രുവരി 9 മിനി മോഡൽ ടെസ്റ്റ്, +1 ഹാഫ് സിലബസ് അതുപോലെ +2 ഹാഫ് ആക്കിയിട്ട് അഗെയിൻ +1 ബാക്കി ഹാഫ്, +2 ബാക്കി ഹാഫ്. ഇങ്ങനെ നമ്മൾ മാർച്ച് 2 വരെ വീണ്ടും മിനി മോഡൽ ടെസ്റ്റുകൾ എഴുതുന്നു. ആൻഡ് മാർച്ച് 20 മുതൽ വീണ്ടും 4 ഫുൾ മോഡൽ എക്സാമിനേഷൻസ് ആണ്. 20, 24, 27, 30. മാർച്ച് 30 കഴിഞ്ഞാൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ JEE മെയിൻ എക്സാം വരും. അപ്പോൾ അതിന് മുൻപായിട്ട് അഗെയിൻ 4 ഫുൾ മോഡൽ എക്സാം. അപ്പോൾ നിങ്ങൾ ഈ വർഷം JEE ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ഒരു ഹ്യൂജ് നമ്പർ ഓഫ് JEE ആസ്പിറൻസ് എഴുതാൻ പോകുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണിത്. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സിലബസ് ആണ്. സോ ഈ ഒരു ബ്രോഷറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സിലബസ് ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് നോക്കാം. രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഈ സിലബസ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് വരാം. മിനി മോഡൽ ടെസ്റ്റ് 1 ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ടെസ്റ്റ് 2 ഏതൊക്കെ ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് എക്സാം എന്ന് തുടങ്ങി കൃത്യമായിട്ടുള്ള ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ മോഡൽ എക്സാംസും അറ്റൻഡ് ചെയ്യുക. ഫുൾ സിലബസ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ള ഒരു അവസരം കൂടെ ഈ ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. ഈ ഓരോ മിനി മോഡലിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ നമ്മുടെ അഡാപ്റ്റീവ് പ്രാക്ടീസ് സെഷനും കസ്റ്റമൈസ്ഡ് ടെസ്റ്റും യൂസ് ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അണ്ടർസ്റ്റുഡ്? മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അത് തന്നെയാണ് ഇനിയുള്ള മാസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നിൻ്റെയും കൃത്യമായിട്ടുള്ള സിലബസ് നമ്മുടെ ബ്രോഷറിലുണ്ട്. ബ്രോഷർ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് ഈച്ച് ആൻഡ് എവരി മിനി മോഡലിലുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ. ആൻഡ് ഇതിൻ്റെ ഫീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് നമ്മൾ ഓഫർ ചെയ്യുന്നത് നമ്മുടെ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ആയിട്ടുള്ള 4999 ഒഴിവാക്കിയിട്ട് ഏർലി ബേർഡ് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 1999 rupees മാത്രമേ ഉള്ളൂ. ഈ പൈസ ഇൻക്ലൂഡിങ് ടാക്സ് ആണ്. ഇതിൻ്റെ വേറെ എക്സ്ട്രാ ടാക്സ് ഒന്നും ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീ അടച്ചുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഡെഡ്ലൈൻ, ഈ ഏർലി ബേർഡ് ഓഫറിൻ്റെ ഡെഡ്ലൈൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 31 ഓഗസ്റ്റ് 31 രാത്രി 10 PM ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 1999 ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടെസ്റ്റ് സീരീസ് തുടങ്ങുന്ന സെപ്റ്റംബർ 21 മുൻപ് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2499 നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ജോയിൻ ചെയ്യേണ്ടി വരും. ആൻഡ് അതും കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ഫീസ് ആയിട്ടുള്ള 5000 rupees നിങ്ങൾ അടക്കേണ്ടി വരും. സോ JEE മെയിൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിൽ വ്യൂവേഴ്സ് ആയിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിൽ കാണാറുണ്ട്. നിങ്ങൾ ഓരോരുത്തരും പല കാര്യങ്ങൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ JEE സ്പ്രിൻ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വളരെ ചെറിയ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് നാളെ മുതൽ തന്നെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ. സെപ്റ്റംബർ 22 നമ്മുടെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസിലെ ആദ്യത്തെ എക്സാം വരുന്നത്. അതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. നമ്മുടെ സിലബസ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ മിനി മോഡലിൻ്റെ സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനുള്ള ഒരു ഷെഡ്യൂളും അതുപോലെ തന്നെ ഒരു മോട്ടിവേഷനും ആയിരിക്കും നമ്മുടെ ടെസ്റ്റ് സീരീസ്. ഓക്കെ. ആൻഡ് ഫൈനലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. എല്ലാ എക്സാംസും ഇതിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള എല്ലാ എക്സാംസും 3 മണിക്കൂറിൻ്റെ JEE മെയിൻ പാറ്റേണിൽ നടക്കുന്ന എക്സാമിനേഷൻസ് ആണ്. അതുപോലെ തന്നെ ഇൻ കേസ് നമ്മുടെ JEE മെയിൻ്റെ ആക്ച്വൽ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മുടെ ടെസ്റ്റ് സീരീസിലെ ഡേറ്റുകൾ ഒന്നോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള ഇൻഫർമേഷൻ കൊടുക്കും. അതുപോലെ തന്നെ ഓരോ ദിവസവും നേരത്തെ കാണിച്ച ഷെഡ്യൂളിൽ ആ എക്സാമിനേഷൻസ് അന്ന് രാവിലെ 9 മണിക്കാണ് അപ്ലോഡ് ആവുക. എന്ന് മാത്രമല്ല ആ എക്സാമിനേഷൻസ് നിങ്ങൾ 24 ഹവേഴ്സിൻ്റെ ഉള്ളിൽ അറ്റംപ്റ്റ് ചെയ്യും വേണം. അപ്പോൾ എക്സാം ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ മാസങ്ങളോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു ഓർഡറായിട്ട് പഠിച്ചു പോകാൻ കഴിയില്ല.
ഈ സെപ്റ്റംബർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടെസ്റ്റ് സീരീസ് ആ പറഞ്ഞ ദിവസങ്ങളിൽ രാവിലെ 9 മണിക്ക് എന്ത് ചെയ്യും, എക്സാം അപ്ലോഡഡ് ആകും. അത് നിങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. മനസ്സിലായല്ലോ? എക്സാം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. പിന്നെ ആ എക്സാം എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന, പേ ചെയ്ത് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ആദ്യമേ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ ഒരു ക്രൈറ്റീരിയ, ഈ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അന്ന് തന്നെ പഠിച്ച് ആ ഒരു എക്സാം എഴുതാനുള്ള മോട്ടിവേഷൻ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടുത്ത ആഴ്ച എഴുതാം, അടുത്ത മാസം എഴുതാമെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, അത് നീട്ടിക്കൊണ്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. ഇത്രയുമാണ് JEE സ്പ്രിന്റ് എന്ന് പറയുന്ന നമ്മുടെ XNYയുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസിൻ്റെ ഡീറ്റെയിൽസ്. ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കോൺടാക്ട് നമ്പറുകളൊക്കെ ആസ് യൂഷ്വൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ കണ്ടതാണ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എത്രയും പെട്ടെന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക എന്ന് മാത്രമല്ല, 2025 JEE മെയിൻ എഴുതാൻ പോകുന്ന എല്ലാവർക്കും, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനും എന്ത് ചെയ്യണം, നിങ്ങൾ +2 പഠിക്കുന്നവരാവട്ടെ, റിപ്പീറ്റേഴ്സ് ആവട്ടെ, ഏത് ബാച്ചിലുള്ള കുട്ടികളാവട്ടെ, ഈ വർഷം നിങ്ങൾ JEE മെയിൻ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ടെസ്റ്റ് സീരീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, താങ്ക്